2025 ഒക്ടോബർ 18 ജ്യോതിഷ ലോകം ഉറ്റുനോക്കുന്ന ആ സുപ്രധാന മുഹൂർത്തം വന്നെത്തുന്നു. വ്യാഴം തന്റെ ഏറ്റവും പ്രബലമായ ഏറ്റവും ശുഭകരമായ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു. ചന്ദ്രന്റെ സ്വന്തം ഭവനത്തിൽ വ്യാഴം തന്റെ സർവ്വശക്തിയും വീണ്ടെടുക്കുന്ന ഈ അപൂർവ സംക്രമണം ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നുകൊടുക്കും. പ്രത്യേകിച്ച് ശനി ഭഗവാൻ അധിപനും ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിൽ വരുന്നതുമായ പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക്, നിങ്ങളുടെ നന്മയ്ക്ക് പ്രപഞ്ചം നൽകുന്ന സമ്മാനമാകാൻ പോവുകയാണ് ഈ കാലഘട്ടം. തൊഴിലിലും ധനത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ആത്മീയതയിലും നിങ്ങൾ കാത്തിരുന്ന ആ സുവർണ കാലഘട്ടം ഒരുപക്ഷെ ഇതായിരിക്കാം. പ്രകാശം പരക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്നറിയാൻ നിങ്ങൾ ആകാംക്ഷയിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അകലെ നമ്മുടെ സൗരയൂഥത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രകാശഗോപുരമായി ഒരു ഗ്രഹം സഞ്ചരിക്കുന്നു, വ്യാഴം. ദേവഗുരു ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഈ മഹാമേരുവിന്റെ ഓരോ ചലനവും ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും വിധിയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ദാരിദ്ര്യമകറ്റി സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരുന്ന വ്യാഴം അജ്ഞതയുടെ ഇരുൾ നീക്കി അറിവിന്റെ ദീപ്തി പരത്തുന്ന ഗുരുവാണ്. പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ കർക്കടക രാശി പ്രവേശം ജീവിതത്തിലെ സമസ്ത മേഖലകളിലും സുവർണാവസരം ഒരുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. 2025 ഒക്ടോബർ 18 മുതലുള്ള ഈ സമയം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ അനുഗ്രഹം വർഷം ചൊരിയുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കർക്കിടകം രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് പൂയം. ശനി അധിപനായ ഈ നക്ഷത്രം സ്ഥിരത, കഠിനാധ്വാനം, അച്ചടക്കം, ക്ഷമ, സേവന മനോഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു. ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിൽ വരുന്നതുകൊണ്ട് പൂയം നക്ഷത്രക്കാർക്ക് വൈകാരികമായ ആഴവും കുടുംബ ബന്ധങ്ങളിൽ പ്രാധാന്യവും ഉണ്ടാകും. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇത് ഇരട്ടി ഗുണപരമായ ഫലങ്ങൾ നൽകും. വ്യാഴത്തിന്റെ സ്വാധീനം ശനിയുടെ സ്വഭാവങ്ങളുമായി ചേരുമ്പോൾ സ്ഥിരതയാർന്ന പുരോഗതിയും ധാർമ്മികമായ വിജയവുമാണ് പൂരം നക്ഷത്രക്കാർക്ക് ലഭിക്കുക. പൂയം നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ 18 മുതലുള്ള വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് അത്യധികം അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കഠിനാധ്വാനവും അച്ചടക്കവുമുള്ള പൂയം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം അതിന് തക്കതായ പ്രതിഫലം നൽകും. ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ കാലഘട്ടം അനുകൂലമായ അവസരങ്ങൾ നൽകും. നിങ്ങളുടെ കഴിവിനും അനുഭവ സമ്പത്തിനും അനുയോജ്യമായ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലികൾക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലികൾക്കോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ സമർപ്പണവും കഴിവും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും. പുതിയതും ഉയർന്നതുമായ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ തൊഴിൽപരമായ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ബിസിനസ് ചെയ്യുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ്. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും. പുതിയ കരാറുകൾ, വിദേശ പങ്കാളിത്തങ്ങൾ, ലാഭകരമായ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കും. വ്യാഴത്തിന്റെ അനുഗ്രഹം കാരണം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ബിസിനസ് നിക്ഷേപങ്ങൾ ലാഭകരമാകും. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്ന് ബഹുമാനവും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ സത്യസന്ധതയും കഠിനാധ്വാനവും പൊതുസമൂഹത്തിൽ പ്രശംസിക്കപ്പെടും. സാമൂഹികവും ഔദ്യോഗികവുമായ തലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനമുയരും. തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇത് വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ദൃഢതയും ഉണ്ടാകും. ശനിയുടെ സ്വഭാവമായ സൂക്ഷ്മതയും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒരുമിക്കുന്നതുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വ്യാഴം ധനകാരകനായതുകൊണ്ട് ഈ രാശിമാറ്റം പൂയം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ ശക്തമായി മെച്ചപ്പെടുത്തും. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും. കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭത്തിനും ഭാഗ്യചിട്ടുകളിലൂടെ ധനം ലഭിക്കാനും സാധ്യതയുണ്ട്. ഓഹരി, റിയൽ എസ്റ്റേറ്റ്, സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ്. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് അഭികാമ്യം. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും. സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും വ്യാഴത്തിന്റെ അനുഗ്രഹത്താലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ കഴിയും. പുതിയ വീട്, വാഹനം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതൊരു നല്ല സമയമാണ്. പൂർവിക സ്വത്ത് ലഭിക്കാനും സ്വത്ത് തർക്കങ്ങൾ അനുകൂലമായി പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും. ഇത് ഭാവിക്ക് വേണ്ടി ചിട്ടയായി സമ്പാദിക്കാൻ സഹായിക്കും. ശനിയുടെ സ്വഭാവമായ കരുതലോടെയുള്ള സമീപനം സാമ്പത്തികമായ അച്ചടക്കം നൽകും. കുടുംബം, സന്തോഷം, സമാധാനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം ശുഭകരമായ ഫലങ്ങൾ നൽകും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാവുകയും പരസ്പരം സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും.
കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുടുംബത്തിലെ മുതിർന്നവരുമായി കൂടുതൽ അടുത്തിടപഴകാൻ സാധിക്കും. വിവാഹം ആഗ്രഹിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ്. നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ആഘോഷങ്ങളും കൊണ്ടുവരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാൻ സാധിക്കും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ സാധിക്കും. ഗൃഹപ്രവേശനത്തിന് സാധ്യതയുണ്ട്. വീടിന്റെ സൗന്ദര്യവും സൗകര്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധ ശേഷിയും നൽകും. ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ശാരീരികമായ ഉന്മേഷം വർദ്ധിക്കും. മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരുമായിരിക്കും. മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും. സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും. ധ്യാനം, യോഗ പോലുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും. പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും. ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. പ്രകൃതി ചികിത്സകളിലും ആയുർവേദത്തിലും താല്പര്യം വർദ്ധിക്കാം. പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും. ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം ലഭിക്കും. ജീവിതത്തോടുള്ള കഷ്ടപ്പാട് കൂടുതൽ പോസിറ്റീവ് ആകും. വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും. ഗവേഷണ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും. നല്ല ഗുരുക്കന്മാരെയും ആത്മീയ നേതാക്കളെയും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും. തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ്. യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. പ്രത്യേകിച്ച് ആത്മീയമോ പഠനപരമായോ ഉള്ള യാത്രകൾ. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുജന പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അംഗീകാരം ലഭിക്കും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ഐക്യവും സ്നേഹവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടും. പരസ്പര ധാരണ വർദ്ധിക്കും. സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. അവരുടെ കാര്യങ്ങളിൽ സഹായിക്കാൻ അവസരം ലഭിക്കും. വ്യാഴം ഒരു ശുഭഗ്രഹവും അതിന്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരവും പൂയം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണെങ്കിലും ഈ അനുകൂല സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഗുണഫലങ്ങൾ പൂർണ്ണമാക്കാനും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചില പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. വിനയം കൈവിടാതെ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തുക. സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടും വിദഗ്ധരുടെ ഉപദേശം തേടിയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണനോ നെയ്വിളക്ക് സമർപ്പിക്കുക. മഞ്ഞ പുഷ്പങ്ങൾ അർപ്പിക്കുക. വ്യാഴ ഗായത്രി മന്ത്രം ജപിക്കുക. അധ്യാപകരെയും മുതിർന്നവരെയും ജ്ഞാനികളെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക. അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. സാധിക്കുന്നവർക്ക് അന്നദാനം, വസ്ത്രദാനം, വിദ്യാഭ്യാസ സഹായം എന്നിവ നൽകുക. ഇത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പൂജാമുറി. ജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക. ഇത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും സന്തോഷവും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ്. ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതിക്കും ആത്മീയ വളർച്ചയ്ക്കും വഴി തുറക്കും. വ്യാഴത്തിന്റെ അനുകൂലമായ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.